പാർവതിയമ്മേ, ഞാനിവിടെ വന്നപ്പോ എല്ലാം മറന്നു. എല്ലാം എന്ന് വെച്ചാ? എന്റെ ഭാര്യയെ മറന്നു, കുട്ടികളെ മറന്നു, അമ്മായിയമ്മയെ മറന്നു, പാന്റിന്റെ സിബിടാനും മറന്നു. എന്തോ വിളിക്കുന്ന സമയം? ഓ, അവരെന്ത് പറഞ്ഞു? അവിടെയുള്ള 3 പെമ്പിളാരും പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ലെന്നേ. പക്ഷെ റേറ്റ് മാത്രം 50,000 രൂപ പറയുന്നു. ഞാൻ കുറച്ച് പറഞ്ഞു നോക്കി, അവർ സമ്മതിക്കുന്നില്ല. ഇനി ചന്ദ്രനെ പറഞ്ഞയച്ച ഒരു അടിപിടി നടത്തിയാലേ കൊണ്ടുവരാൻ പറ്റൂന്നാ തോന്നുന്നേ. ഓഹോ, അവന്മാർക്ക് ഇത്ര ധിക്കാരമോ? ചന്ദ്രൻ വരട്ടെ. രാജേട്ടൻ എവിടെയായിരുന്നു? ആരും എന്നെ തൊട്ട് കളിക്കണമെന്ന് അറിയില്ലേ? തൊട്ടാലെന്താ? പെമ്പിള്ളേർ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല. മോൻ കല്യാണം കഴിച്ചാൽ ഭാര്യയെ തൊടാൻ സമ്മതിക്കില്ലേ? അതപ്പൊ നോക്കാം. പാർവതിയമ്മേ, 3 മണിക്കൂർ വേണമെങ്കിൽ 500 രൂപ വേണം. എന്റെ കൈ 100 രൂപയേ ഉള്ളൂ. എന്നാലൊന്ന് തൊട്ട് നോക്കിയിട്ട് പൊയ്ക്കോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ് പാർവതിയമ്മേ. പൊയ്ക്കോ പൊയ്ക്കോ. ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നിർത്തുന്നതാണ് നല്ലത്. നീ എവിടെയാണ് നോക്കിയിരിക്കുന്നത്? രാജു, 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 രാജു. എന്താടാ പാക്കര? രാജു എവിടെ? എന്താടാ കാര്യം? എനിക്ക് അവനെ അത്യാവശ്യമായി ഒന്ന് കാണണം. അയ്യോ പാർവതിയമ്മേ, എന്റെ മുണ്ടിൽ മാത്രം പിടിക്കല്ലേ. ഞാൻ ചിലപ്പോ അൺഡ്രോയിഡും ചിലപ്പോ ഒന്നിടാണ്ട് നടക്കും. എന്താ പാക്കരേട്ടാ? നിങ്ങൾ എങ്ങോട്ടാണ് എത്ര ധൃതിയില്? അതെല്ലാം വന്നിട്ട് പറയാം. വാ വാ നിക്ക്. പാർവതിയമ്മേ, ഇന്ന് ഞാൻ അണ്ടർവേറ്ററിനെത്താ. ചന്ദ്ര, ചന്ദ്ര, ഒന്ന് വേഗം തട്ട്. എന്താണോ? എന്ത് പറ്റി രാജു? ചന്ദ്ര, വേഗം ഒരു സ്ഥലം വരെ പോണം. വല്ല ഏടാ കൂടെ ഒപ്പിച്ചാടോ? അയ്യോ, അതൊക്കെ പിന്നെ പറയാം. ആ ചന്ദ്ര, ഒന്ന് വേഗം കേറി ചന്ദ്ര. ഞാൻ പറയുന്നത് എടി, നീ എന്തിനാടി കിടന്ന് മോങ്ങുന്നത്? നിങ്ങൾ എല്ലാവരും എന്നെ ഉപയോഗിച്ചു. എനിക്ക് തരാമെന്ന് പറഞ്ഞ് പണവും തന്നില്ല. സാരമില്ല, എന്റെ സാരിയും ബ്ലൗസും നിങ്ങൾ തന്നാ മതി. എനിക്ക് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാൻ വയ്യ. ഞാൻ പൊയ്ക്കോളാം. ഞങ്ങളെ മെഴുങ്ങിക്കളയൊന്നും പറഞ്ഞ് നിന്റെ മറ്റവ ആളിനെ കൂട്ടാൻ പോയിട്ടുണ്ടല്ലോ. അവൻ വരട്ടെ, എന്നിട്ട് തരാൻ നിന്റെ സാരിയും ബ്ലൗസും. നിന്റെ മറ്റവനെ കാണാത്തത്? അവൻ വരില്ലടി. ഓ, നിന്നെ പോലെ കൊറേ എണ്ണത്തിനാ ഞങ്ങള് കണ്ടതാടി. റാണി. ഓ, റാണി. എടേ, നീ റാണിയാണെങ്കിലേ ഞങ്ങള് രാജകുമാരന്മാരാ.
എന്ത് റെഡി എനിക്ക് ചന്ദ്ര നമുക്ക് അവളെ കൂടി വിളിക്കാം കേട്ടോ. എന്താ പാക്കരേത്? പോയപ്പോ 2, തിരിച്ചു വന്നപ്പോ 4. ചന്ദ്ര, ഏതായി പെണ്ണ്? പാക്കര ഒപ്പിച്ചതാ. അത് പിന്നെ എന്താ നിന്റെ പേര്? റാണി. കണ്ട കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നുമല്ലോ. ഞാൻ കുടുംബത്തിൽ പിറന്നു തന്നെയാ, പക്ഷേ ഇങ്ങനെ ജീവിക്കാനോ വിധി. മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇത് നിന്റെ വീടാന്ന് കരുതിയാ മതി. ഇവിടെ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വാ. തള്ളു തള്ളു തള്ളു. ചന്ദ്രേട്ടാ, ലീല വേണമെന്നല്ല പറഞ്ഞേ. ഞാനത് വീട്ടിലെത്തിച്ചേക്കാം. റാണി ഉള്ളപ്പോ എന്തിനാടാ ലീല? അത് പിന്നെ ഒരിക്കലാവാം. ഞാൻ പോട്ടെ. ഇന്ന് ആ പുതിയ ചരക്കിന് വലത്തൊരാളൊപ്പിക്കണം. അതിനെന്താ ഒരു വഴി? ഹലോ, ഒരു ഊക്കൻ ചരക്കുണ്ട് വരുന്ന. ഹലോ, MLA കൃഷ്ണൻ ഹിയർ. താൻ ഭയപ്പെടാറോ? അത് ഞാൻ ശരിയാക്കി തരാം. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടണം. ഓക്കെ ഓക്കെ ഓക്കെ. വരൂ റോസി, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇരിക്കൂ. ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം തന്നെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരാളോട് സമ്മതം വാങ്ങണം. ആരോട്? എന്റെ ഭർത്താവിനോട് തന്നെ. ഓ,
അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജോസഫ് അല്ലേ? അത് ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അയാൾ തന്നെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വാ. രാജേട്ടൻ വായിക്കാണോ? ഇത് നോക്കൂ, അമ്മയില്ലാത്ത സമയത്തൊക്കെ എന്റെ അടുത്ത് വന്ന് കളിക്കരുത്. അമ്മയില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ രാജേട്ടന്റെ അടുത്ത് വന്നത്. അയ്യോ വിടൂലേ മുരളി, ഇത് നോക്കൂ, ഇവളൊക്കെ എന്നെ. നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം? അധികം ഓടി ഓടിയകത്ത് പോടി. പോ പോ പോ. മുരളി, റാണി. റാണി മുറിയിലുണ്ട്. അമ്മ വന്നു. രാജു, കസ്റ്റമർ വന്നിട്ടുണ്ട്, ലീലയോട് വരാൻ പറയൂ. ലീലെ, കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നോക്കുന്നത്? റാണിയെ കാണാൻ നല്ല രസാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തൊഴിൽ നിർത്തിയിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചൂടെ? ഈ ചോദ്യം ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളോടും ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെന്താ എന്നോട് മാത്രം ചോദിച്ചേ? റാണിയോട് ചോദിക്കണം തോന്നി ചോദിച്ചു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ാണെങ്കിലേ വേറെ സ്ഥലം നോക്കണം. 300 രൂപയില് ഒരു ചില്ലി കാശ് കുറഞ്ഞാ ഇവിടെ പറ്റില്ല. എണ്ണി നോക്കിക്കോ. ആ മുറിയിലേക്ക് പോയിക്കോളൂ. പാർവതി അമ്മേ, എന്താ പകരം ഇത്? ഇത് നമ്മുടെ റാണിയുടെ ബാഗാ. ഇത് പിന്നെ നമ്മുടെ പാർട്ടിക്ക് ഒരു ബ്ലൗസ് പീസ്. ഇതുകൊണ്ട് റാണിക്ക് കൊടുത്തേ. ഓ, പിന്നെ പാർവതി അമ്മേ, ഒരു ഉഗ്രം പാർട്ടിയെ നമ്മുടെ റാണിക്ക് വേണ്ടി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അവള് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. എനിക്ക് ക്ഷീണമൊന്നുമില്ലമ്മേ. ഇപ്പൊ എനിക്ക് പണമാണ് ആവശ്യം. പാക്കര, നേരത്തെ പോലുള്ള അലവലാതി പാർട്ടികളൊന്നും അല്ലല്ലോ. ഹേയ്, ഉശിരൻ, ഉഗ്രൻ, യമകണ്ഠൻ, VIP യാ VIP. വാ കുഞ്ഞേ. കുഞ്ഞേ, അവര് വലിയ പാർട്ടിയാ. വളരെ കാര്യമായിട്ടൊക്കെ നിന്നോണം. എന്നാലുണ്ടല്ലോ, ഫോറിൻ ടൂറ്, ഓപ്പൺ ടിക്കറ്റ്, 3 ദിവസത്തിന് 30,000 രൂപ അവന്മാര് തരുന്നത് കേട്ടോ. ഒന്ന് മാറിയെന്നേ. എന്നെ ഒന്ന് തൊട്ടെന്ന് വെച്ച് തീണ്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, ശരീരം വിറ്റ് ജീവിക്കുന്നവളാണെങ്കിലും എനിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. നിന്നെ പോലുള്ളവർക്ക് എന്തോ നിഷ്ഠകളും അനിഷ്ടങ്ങളും. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുത്തനെ കൊണ്ട് എന്നെ തൊടാനാവില്ല. അത്ര തന്നെ. അത് ഞാൻ തീരുമാനിച്ചോളാം. എടാ രാജു, ആ റാണി അല്പം പെശ കാണും തോന്നുന്നില്ല. എന്തുണ്ടായി? വരുന്ന വഴി ഞാനൊന്ന് വളച്ചു നോക്കി. വീഴുന്ന ലക്ഷണമില്ല. വീഴുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേരുന്നേ. ചന്ദ്ര, എനിക്ക് തോന്നുന്നത് അവള് നല്ലൊരു പെണ്ണാണെന്നാ. എങ്ങനെയോ ഈ തൊഴിലിൽ വന്ന് പെട്ടതാ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ടാ അവളോട് അടുക്കാൻ എനിക്കൊരു ചെറിയ പേടി. എന്നാലേ ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാ. നീ വരുന്നോ?
ഏയ് ഞാനില്ല, നീ വയ്ക്കോ. ഇവിടെ വരൂ. പുള്ളിക്കാരൻ ഏത് മൂഡിലാണോ ആവും. റാണി ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ പാക്കര, ആളെത്തിയില്ലേ? MLA സാറേ, പാക്കരൻ പറഞ്ഞാ പറഞ്ഞത് തന്നെയാ. എന്നാ ആളെ വിളി. പാക്കരന്റെ റേറ്റ് അത് പിന്നെ എനിക്ക് അറിയില്ലേ. ആദ്യം ഇതാടി. എന്നാ ആളെ അകത്തേക്ക് വിളി, ഒന്ന് കാണട്ടെ. ഇപ്പൊ വിളിക്കാം. റാണി ഇവളെവിടെ പോയി? അയ്യോ, ഭഗവതി ചതിച്ചോ? ഞാൻ എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? എന്താ സാറേ? ആദ്യമായിട്ടാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അതാ എത്ര നാണല്ലേ. ഇയാൾക്ക് എന്ത് പറ്റി? എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങ അടുത്ത് വാ. അയ്യേ, അവളുടെ ഒരു നാണം. എന്തെയാ? എന്തിനാ ഈ കഥവ് കൂടുന്നത്? അയ്യോ, ഞാനാണാണ് ഇയാൾക്ക് അറിയില്ലേ? ഇത് എന്ത് 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 എനിക്ക് വേണമെങ്കിൽ സാറേ, ഇതൊന്നും തമാശയായിരിക്കും. അയ്യോ, അയ്യോ. റാണി, റാണി, ദൈവമേ, റാണി എവിടെ പോയി? അവൾ ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. നിന്നെ കിട്ടാതായപ്പോ ആ കാളമാടൻ പാക്കരന്റെ പുറത്ത് കയറി. അയ്യോ യമേ. പിന്നെ ആ പാർവതി അമ്മയോട് റാണിയെ പറ്റി 2 ചോദ്യമെങ്കിലും ചോദിക്കണം. ഞാൻ സ്റ്റഡിയാണ്, എന്നാലും എന്റെ സ്റ്റാറ്റസിന് വേണ്ടിയെങ്കിലും ചോദിച്ചു വേണ്ടി. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഈ നിമിഷങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു.
നിങ്ങളെപ്പോലെ ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു പുരുഷന്റെ അടുത്ത് വരുവാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? എന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം നിന്നോടാണ്. മോളെ ഇരിക്കെ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച? രാജേട്ടനുമായിട്ടോ? ഏയ്, ഒരു ഭർത്താവെന്ന നിലയിൽ രാജേട്ടനിൽ നിന്നും വേണ്ടതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാം? നീ കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം മോളെ. അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്? വൈദ്യര് പറഞ്ഞതുകൊണ്ട്. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഞങ്ങളുടെ വിവാഹം? അതേ മോളെ, നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മകനും ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചു പോയി. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്നുവെച്ചാൽ ഈ വിവാഹബന്ധം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാജേട്ടനെ വിട്ടിട്ട് വേറൊരാളിനെ പിടിക്കണമെന്നല്ലേ? അമ്മേ, ഞാനൊരു പിഴച്ച പെണ്ണാണ്. എങ്കിലും മനസാക്ഷിയൊന്നും എനിക്കുണ്ട്. രാജേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ല, ദൈവമാണ് ദൈവം. എന്തായാലും രാജേട്ടന്റെ ഈ അസുഖം മാറ്റാൻ ഞാനൊരു ഡോക്ടറെ കാണും. വിഷമിക്കാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് എല്ലാം നേരെയാവും. വേണമെങ്കിൽ ഉടനെ നടത്താം. വേണം. കഴിയുന്നത് പെട്ടെന്ന് നടത്തണം. മോളെന്ത് പറയുന്നു? ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഡോക്ടർ എല്ലാം നേരെയാവുന്നല്ലേ പറഞ്ഞത്? ചേട്ടന് ഇനിയും വിശ്വാസമായില്ലേ? ഒക്കെ ശരിയാവും. ചേട്ടൻ സന്തോഷമായിട്ടിരിക്കെ.
ഫോട്ടോ തന്നെ നോക്കിയിരിക്കുന്നത്? ബാസ്റ്റഡ്സ്. ഇവന്മാര് കാരണം എനിക്ക് കിട്ടിയത് കണ്ടില്ലടി. MLA എന്താ ചൂടായിരിക്കുന്നത്? പാർട്ടി ഹൈക്കമാൻഡിൽ നിന്നും ഒരു ഷോ കോസ് നോട്ടീസ്. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ബലത്ത സാധനം. എന്താ? സസ്പെൻഷൻ ഓർഡർ. അപ്പോ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ എല്ലാം പിന്നിൽ ആ പാർവതി അമ്മയാണ്. ഒരു പീറപ്പെണ്ണ് കാരണം ഉണ്ടായ പൊല്ലാപ്പേ. പാക്കര, എന്താ? അവളിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? പിന്നെ അവളെവിടെ പോവാനാ? എന്തായാലും നടന്നതെല്ലാം നടന്നു. അവരവരുടെ പാട്ടിന് വിട്ടേരെ സാറേ. എണീക്കടാ. എണീക്കടാ. അയ്യേ, നീ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നതാണോ? അയ്യോ അല്ല, ഞാൻ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ. പാക്കരം പോയേക്കാം. ഇവനാരാ? സാർ, എന്താ ലീഡർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. ഗുരുവായൂരപ്പ, ചതിച്ചോ? താനെങ്ങോട്ടാ? DSP ഒന്ന് കാണണം. വരട്ടെ. അമ്മേ, ഈ പത്രം കണ്ടില്ലേ? കണ്ടുപോലെ ഇനിയും ഞാൻ അവരോട് പകരം വീട്ടും. ഒരുത്തന്റെ തൊപ്പി കാണില്ല, ഒരുത്തന്റെ കസേര കാണില്ല. അല്ല, അമ്മ ആശുപത്രി പോയില്ലേ? പോയി. രാജൻ എങ്ങനെയുണ്ട്? അവന് സുഖം തന്നെ. ആ പിന്നെ ചന്ദ്ര, രാജുവിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. നീ അന്ന് ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം എന്തായി? എന്റെ കാര്യം വിടമ്മേ, രാജുവിന്റെ വിവാഹം കഴിഞ്ഞില്ലേ, അത് മതി. അവന്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിന്റെ വിവാഹം കഴിഞ്ഞതുപോലെ ആയോ? രാജുവിന്റെ കല്യാണത്തെ അന്ന് ഞാൻ എതിർത്തത് അവന്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് റാണി അവനെ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ എതിർക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരട്ടെ. നേതാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാലും എഴുന്നേക്കണോ? അയ്യോ, ക്ഷമിച്ചെന്ന് പറയാതെ ഞാൻ ഈ കാല് വിടില്ല. എഴുന്നേക്കായി. ഈ കാലിന്റെ ദൈവമാണ്, ഞാൻ വിടില്ല. ഈശ്വരനാണ് സത്യം. ഇനി മേലാൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുപോലും ചെയ്യില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയാം. ആര് പറഞ്ഞു തെറ്റാണെന്ന്? എനിക്ക് നിന്നോടുള്ള ദേഷ്യം അതല്ലടാ. പിന്നെ നിന്റെ ഭാര്യയെ ആ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ചാക്കോയ്ക്ക് കൊടുത്തു. ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ കുഞ്ചാക്കോയ്ക്ക് കൊടുത്താൽ എന്താ? അയ്യോ സാറേ, ഇതാണോ കാര്യം? അവളെക്കാളും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇപ്പൊ ഏർപ്പാടാക്കി തരാം. ഞാൻ പറട്ടെ സാർ? നോ, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു എനിത്തിങ്. സാർ, ഒരു പ്രാവശ്യം. നോ, നിങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപം. അഭിമാനമുള്ള ഒരു മേലെ ഉദ്യോഗസ്ഥനും ഈ വാർത്ത ക്ഷമിക്കാൻ പറ്റില്ല. ഭാര്യയായിരുന്ന സ്ത്രീയെ അനാഥയാക്കാൻ കൂട്ടുന്നു. ഇന്ന് അവളുടെ ജീവിതം വഴിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതിനുവേണ്ട എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാർ, നോ, I will recommend for your dismissal from the department. You can go. Yes, sir. അയ്യോ ചന്ദ്ര, അന്നത്തെ അടിയുടെ വേദന ഇനിയും മാറിയിട്ടില്ല. പിന്നെ നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? ഓ, പാർവതിയമ്മ തൊഴിൽ നിർത്തിയോണ്ട് പഴയതുപോലെ പണം കിട്ടുന്നില്ല. ഞാൻ പോട്ടെ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പാർവതിയമ്മയോടും റാണിയോടും സൂക്ഷിച്ചോളം പറയണം. ശരി. ആരുമില്ലേ ഇവിടെ? ഇല്ല. അമ്മയൊക്കെ അവിടെ പോയി. അമ്മ ആസ്പത്രി പോയിരിക്കുക, ഇപ്പൊ വരും. അല്ല, വീട്ടിലേക്ക് വരുന്ന ഒരാളോട് ഇരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കില്ലാതെ പോയല്ലോ. ഇരിക്കാനല്ലേ ചേരിട്ടിരിക്കുന്നേ, ഇരുന്നൂടെ?
എന്താ ചന്ദ്ര ഇവിടെ തന്നെ ഇരുന്നുള്ളത്? വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ. പിന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ ചന്ദ്ര? ആ MLA യും SI യും വെടികൊണ്ട പന്നികളെ പോലെ നടക്കുന്നത്. അവന്മാര് വെടിയും കൊണ്ടിങ്ങ് വരട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്. റാണിയെ വെളിയിലേക്കൊന്നും വിട്ടേക്കരുത്. തക്കം കിട്ടിയ അവന്മാർ തട്ടിക്കൊണ്ട് പോകും. അതെനിക്കറിയാം. ആ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടല്ലോ. ഞാൻ വരട്ടെ. ഇത് ചന്ദ്ര ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ കുടിച്ചു. ഇവിടെ വന്നപ്പോ റാണി എന്തൊരു സ്വീകരണമായിരുന്നറിയോ? ചായ കുടിച്ചു, കാപ്പി കുടിച്ചു, കൂൾ ഡ്രിങ്ക്സും കഴിച്ചു. ഓ മതി, ഞാൻ വരട്ടെ. ശരി. ആ പാക്കരൻ റാണിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനിതാ വന്നു സാറേ. എന്താടാ പാക്കര താമസിച്ചത്? റാണി വന്നോ? വലിയ ബുദ്ധിമുട്ടാ. ആ പാർവതിയമ്മ ഈറ്റപ്പുലി കണക്ക് നിൽക്കുക സാറ്. എന്നെ അപമാനിച്ച അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. റാണി അവള് പോട്ടെ സാറേ. ദോ പാത്തിമ, പാത്തിമ അണ്ടറാവോ? അയ്യനാ ഇതിനെ എവിടെ ഒപ്പിച്ചു? മാറി നിൽക്കണോ? അതൊക്കെ ഒപ്പിച്ചു. ഈ ദേഹം കുനിക്കുള്ള ഡാൻസ് ഉണ്ടല്ലോ, അസലായിട്ട് ചെയ്യും. ആഹാ, അതെയോ? പാത്തിമ ഡാൻസ് ബത്തായിയേ.
അറിയാമല്ലോ എൻ പ്രിയരേ നീയണയോ എൻ പ്രിയരേ നീയണയോ എന്തരയും ചഷകം നിന്റെ ചുണ്ടുകളോട് ചേർക്കാം ഡാർലിംഗ്, എന്തൊരാട്ടവും പാട്ടും. നിന്നെ ഞാൻ വിവാഹം കഴിച്ചാലോ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ ഡാർലിംഗ്. രാജു ഒന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമല്ലേ? ആ. വീട്ടിൽ നാളെ വരില്ലേ? വരും സാർ. കൺഗ്രാചുലേഷൻസ് രാജു, ബെസ്റ്റ് ഓഫ് ലക്ക്. അമ്മേ, ഇന്ന് രാജേട്ടനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ദിവസമല്ലേ? ഞാൻ പോയിട്ട് വരാം. മോള് തനിച്ചോ? ചന്ദ്രനോട് വരാൻ പറഞ്ഞതല്ലേ? ഞാൻ വന്നമ്മേ. അപ്പോ നമുക്ക് പോയിട്ട് വരാം. എന്നാൽ റാണി, രണ്ടുപേരും പുറപ്പെട്ടോളൂ. ഇല്ലമ്മേ, ഞാൻ ഇപ്പൊ പോകുന്നില്ല, പിന്നെ പൊയ്ക്കോളാം. റാണി, പുറപ്പെട്ട നീ ഇപ്പൊ പോകുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നെ നിനക്ക് വിശ്വാസമില്ല അല്ലേ? അമ്മേ, റാണിക്ക് ഈ ചെറിയ കാര്യത്തിൽ പോലും എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇവിടെ വരുന്നത് ശരിയല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? അതെ അമ്മേ, രാജു റാണി വിവാഹത്തിന് ശേഷം ഞാൻ ഇവിടെ എപ്പോ വന്നാലും റാണിയെ അവമാനപ്പെടുത്തുന്നു. ഇവരുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ റാണിയോടൊപ്പം കുടുംബം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ ആഗ്രഹം വെറും ഒരു സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോ റാണിയെ ഞാൻ എന്റെ സഹോദരിയായി കരുതാൻ തുടങ്ങി. പക്ഷെ റാണി ഇപ്പോഴെന്നെ പഴയ ചന്ദ്രനായിട്ട് തന്നെയാണ് കാണുന്നത്. ഛേ. ഈ അപമാനങ്ങളെല്ലാം സഹിച്ച് ഞാനിവിടെ വീണ്ടും വരുന്ന എന്തിനാണെന്ന് അറിയാമോ? എന്നെ പ്രസവിക്കാത്ത എന്റെ അമ്മയ്ക്ക് വേണ്ടി. തെരുവിൽ അനാഥനായി കിടന്ന് എന്നെ എടുത്തു വളർത്തി ഈ നിലയെത്തിച്ച എന്റെ അമ്മയ്ക്ക് വേണ്ടി. ശരി റാണി, ഇനി മുതൽ എന്നെ കൊണ്ട് റാണിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. നീ തന്നെ ചെന്ന് രാജനെ വിളിച്ചോണ്ട് വാ. ഞാൻ പോകുന്നമ്മേ. ചന്ദ്ര, നീ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവയ്ക്കൂ. ശരി. എടീ, ഞങ്ങളോട് പകരം വീട്ടുമെന്നല്ലേ നീ പറഞ്ഞത്? നീ ജീവിച്ചിരുന്നല്ലേ?
നാരായണ 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 കഥ തുറക്കൂ. നാരായണ 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 രാജേട്ടാ, രാജു, റാണി, ഇവൻ അച്ഛനും അമ്മയും എല്ലാം ഇനി നീയാണ്. എന്നെ പറ്റി ചിന്തിക്കാനോ എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ ഇവിടെ ആരുമില്ല. ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. ചന്ദ്രേട്ടാ, ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കുമല്ലോ.
ആ